ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂ ആണ് മലൈക്കോട്ടെ വാലിബൻ. യെസ്, മലൈക്കോട്ടെ വാലിബന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ റിയാക്ഷൻ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിന്റെ റിവ്യൂ ആണ്. യെസ്, റിയാക്ഷൻ കഴിഞ്ഞു, ഇനി റിവ്യൂ പറയാനുള്ളതായിട്ട് തോന്നിട്ടോ ട്രെയിലർ കണ്ടപ്പോൾ. അതിനുള്ളൊരു മുതലുണ്ട്. അതെ, ശരിക്കും ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ തോന്നും, ഇതിന്റെ ശരിക്കും സാധാരണ സിനിമ കണ്ടു കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതുപോലെ തന്നെയാണ് തോന്നുന്നത് ഈ ഒരു 2.5 മിനിറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ. ട്രെയിലർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് വലിയൊരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും. അതായത് വെറുതെ ഇരുന്നിട്ട് വാ സൂപ്പർ എന്ന് പറഞ്ഞതല്ല കേട്ടോ, അത് ടോട്ടലി വേറെ ലെവലാ. അതെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഇതിലെ ഡയലോഗ്സിന് കുറച്ച് വിമർശനം ഉണ്ട് കേട്ടോ, സോഷ്യൽ മീഡിയയിലും പിന്നെ നമ്മുടെ റിയാക്ഷൻ്റെ താഴെ വന്ന ചില കമൻസിലും നമുക്ക് വ്യക്തമാണ്. അതായത് നാടകീയത ഉണ്ട് ഇതിൻ്റെ ഡയലോഗ്സിന് എന്നുള്ളത്. നമുക്ക് തോന്നിയത് നാടകീയത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ നേരിട്ട് ഒരാളോട് പറയുന്ന ഡയലോഗായിട്ടുള്ള രീതിയിലല്ല അത് കൊടുത്തിരിക്കുന്നത്, ഒരു നരേഷനാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നിയത് കേട്ടോ. അല്ലാണ്ട് ഇപ്പം അതിനിപ്പം നേരിട്ട് പറയുന്നതാണെങ്കിലും ഒരു നാടകീയത എന്ന് പറയുന്നത് കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാവും. പറയുന്ന കാര്യങ്ങളിലും അല്ലെങ്കിൽ എടുത്ത് ഓരോന്ന് പറയുന്നതിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ സമ്മതിച്ചു തരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടീസർ വന്നതിനകത്ത് ലാലേട്ടൻ പറയുന്ന ഡയലോഗ്, ആ അകത്താര പുറത്താര എന്നൊക്കെ ചോദിക്കുന്ന ആ സംഭവത്തിനകത്ത് ശരിക്കും ഒരു നാടകീയത ഉണ്ട്. ആ രംഗം അത് ആ രീതിയിലാണ് എന്നുള്ളത് തോന്നി നമുക്ക്. അതെ, അതായത് ഒരു തിരശ്ശീലക്ക് അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നു, ഇപ്പുറത്ത് ഒരാൾ നിൽക്കുന്നു, അപ്പോൾ ഒരു നാടകം പോലെ തന്നെ അത് ആ രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് തോന്നിയത്. അതെ. എന്നാൽ ഇതിൽ അല്ലാത്ത എല്ലാ വീഡിയോസിലും നരേഷനായിട്ടാണ് ഇതിൽ ഡയലോഗ്സ് വന്നിരിക്കുന്നത്. ഒരാളോട് പറയുന്ന ഡയലോഗ്സുകളല്ല. അതെ. അപ്പോൾ ഇത് പ്രത്യേക രീതിയിൽ, അതായത് ചില സ്പിരിച്വൽ സീനുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പണ്ട് നടന്നൊരു കഥ അല്ലെങ്കിൽ പണ്ട് നടന്നൊരു സംഭവം, ഇതൊക്കെ നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ പറഞ്ഞു തരുന്ന സമയങ്ങളിൽ, അത് പ്രേക്ഷകർക്ക് വേണ്ടി പറയാമല്ലോ നരേഷനിലിട്ടിട്ട്, അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഒരു രീതിയിൽ നരേഷൻ പറയാം. അതാണ് നമുക്ക് തോന്നിയത് കേട്ടോ. ഇതിന്റെ ട്രെയിലർ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ആ തുടക്കത്തിൽ പറയുന്ന ഡയലോഗിലാണെങ്കിൽ പോലും ഒരു എന്താ പറയാ, ഒരു കളരിയെ കുറിച്ച് പറയുന്നുണ്ട്, മാങ്ങോട്ട് കളരി, അവരുടെ ചതിയെ കുറിച്ച് പറയുന്നത്, അത് അതിന്റെ ആ കളരിയെ കുറിച്ച് പറഞ്ഞു തരുന്ന സംഭവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അത് തുടക്കം മുതലേ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. നമ്മളോടോ അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനോട് ഇന്ന സംഭവത്തെ കുറിച്ച് പറയുന്നതോ ആയിരിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മള് ഒരാളോട് സാധാരണ നോർമലായിട്ട് സംസാരിക്കുന്ന ഡയലോഗ്സ് അല്ലല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അവതരിപ്പിക്കാം, അത് തെറ്റായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല, അത് മോശമായിരിക്കൂല. അതുകൊണ്ട് നാടകമാണ് സിനിമ എന്നുള്ള രീതിയിൽ വിമർശനം ശരിയല്ല എന്ന് തോന്നി. തീർച്ചയായിട്ടും കേട്ടോ. അത് ആ ഒരു ഡയലോഗ് തന്നെ എന്താ പറയാ, അത് ഭയങ്കര പറയുന്ന ഡയലോഗ് ആണെങ്കിൽ അത്ര തീവ്രമായിട്ടുള്ള ഒരു സാധനമാണ് തന്നെ, വേറെ ലെവലാണത്. ജയം അതിനേക്കാൾ വലിയൊരു ലഹരിയില്ല, ഞാനും അതിൽ മതിമറന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി മനസ്സിലാക്കാനാവില്ല. സത്യമല്ലേ? സത്യം. അതായത് ജയം, നമുക്ക് ഒരു ജയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരികളായി മാറും ചിലരൊക്കെ. അങ്ങനെ അഹങ്കാരികളായി കഴിഞ്ഞാൽ പിന്നെ ഉറപ്പാ അത് തന്നെയാണ് ഏറ്റവും വലിയ ചതി. അതിന്റെ ഉള്ളിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊന്നും മനസ്സിലാവൂല. പിന്നെ ഇതിന്റെ ബാക്കിയായിട്ട് പറയുന്ന കാര്യം ഇതാണ്, ഇന്നും മാങ്ങോട്ട് കളരിയുടെ ആയുധം കൊടും ചതിയാണ്. അപ്പൊ എന്താണ് അതിനെക്കുറിച്ചാണ് ആ ഒരു കാര്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. അതെ, അതായത് ജയിച്ചു നിൽക്കുന്നവരെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ആ ജയം തന്നെ ഒരു ആയുധാക്കുന്നുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ ചിലരെ മത്സരിക്കുന്നിടത്ത് തോൽപ്പിക്കുന്നത് ചതിയിലൂടെയാണ്. രണ്ട് രീതിയിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കാര്യം വ്യക്തമാണ്, നല്ല കൊടും ചതിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. റിവെഞ്ച് സ്റ്റോറി ആയിരിക്കും എന്നുള്ളത് LJP പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പ്രണയത്തിന് പ്രണയം, ഇമോഷൻസിന് ഇമോഷൻസ്, യുദ്ധത്തിന് യുദ്ധം. അതാണല്ലോ പറഞ്ഞിട്ടുള്ളൂ. യുദ്ധം നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം മുതലേ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൽ അടിമത്വം, സ്വാതന്ത്ര്യം, ഇതിനു വേണ്ടിയുള്ള പോരാട്ടം നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതെപ്പോഴും യുദ്ധം തന്നെയായിരിക്കും അങ്ങനെ ഒരു പോരാട്ടം നടക്കുമ്പോൾ. അത് നമുക്ക് ഇന്നലെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കുറേ സംഭവങ്ങൾ നമുക്ക് ആ സാധനം കിട്ടുന്നുണ്ട്. അതായത് ഒരു യുദ്ധത്തിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും യുദ്ധം പോലെ തന്നെ ഒരു സംഭവം അതിനകത്ത് എന്തായാലും ഉണ്ടാവും. പിന്നെ എടുത്തു പറയേണ്ട സംഭവം ഒരു വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, സത്യമായിട്ട് നമ്മൾ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്ര ഗംഭീരമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ഇത് ഭയങ്കര ആളുകളെ വെച്ചിട്ട് വലിയ ഷോട്ടുകളും വലിയ സെറ്റുകളും ഒക്കെയാണെന്നുള്ളത്. പക്ഷേ ആ ട്രെയിലർ വന്നപ്പം
ശരിക്കും പറഞ്ഞത് അതേപോലെ തന്നെ. ഈച്ച് ആൻഡ് എവരി ഫ്രെയിം വേറെ ലെവലാണ്. ഓരോ ഫ്രെയിമുകളും വേറെ ലെവലാണ്. വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും സിനിമ. അതായത് ഇത്രയും നല്ല രീതിയിൽ ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. കാരണം LJP പല രീതിയിൽ പല സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സിനിമയാണ്. എന്തായാലും വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും സിനിമ എന്ന് വ്യക്തമാവുന്നു. പിന്നെ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്ന BGM ചിലയിടങ്ങളിൽ ഫ്ലാറ്റ് ആയിട്ടുണ്ട്, ഒന്നുമില്ല. ചിലയിടങ്ങളിൽ BGM വേറെ ലെവലായിട്ട് ഫീൽ ചെയ്തു. ചില സമയങ്ങളിൽ അത് ആപ്റ്റ് അല്ലാത്ത ഒരു ഫീലും കിട്ടിയിട്ടുണ്ട്. ഈ BGM-നും ഇതുപോലെ തന്നെ കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ഭയങ്കര BGM ഒന്നുമല്ല, സാധാ എന്താ പറയാ, ശരിക്കും LJP സിനിമകളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് BGM-ന്റെ ഇത് പോകുന്നത്. ഭയങ്കര അടിച്ചുകൂടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു BGM ഒന്നും എവിടെയും കേട്ടിട്ടില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു LJP അതാണ്. ആ രീതിയിൽ വേണം അതിനെ സമീപിക്കാൻ. തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആള് ഏത് രീതിയിലാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയാനുള്ളൊരു ത്രില്ലുണ്ട്. ആ ത്രില്ലിന്റെ ഒരു പകുതി ഇന്നലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവത്തിന്റെ ഒരു കാൽ ഭാഗം അല്ലെങ്കിൽ പകുതിയെങ്കിലും ഇന്നലെ ട്രെയിലറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രാജസ്ഥാനിലെ ലൊക്കേഷൻസ്. ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനും ആർട്ട് വർക്കും. ശരിക്കും ആർട്ടൊക്കെ എന്തൊരു സൂപ്പറായിട്ടാണ്, എന്താ അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്. അതായത് ഓരോ ഫ്രെയിമിലും അവർ യൂസ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ തുണികൾ, അതായത് ക്ലോത്ത് പോലെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുള്ള രീതിയിലും അതിൻ്റെ നിഴലും ഒക്കെ വേറെ വേറെ രീതിയിൽ തന്നെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ആർട്ടായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. ടോട്ടലി അത് കോട്ടക്കകത്തായാലും പുറത്തായാലും ഒക്കെ. ഈ സാധാരണ എന്താ മണ്ണിലിറങ്ങി നിൽക്കുന്ന ചില ഷോട്ടുകളായാലും പോലും അങ്ങനെയാണ് ഗംഭീരമായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെയാണ് കോസ്റ്റ്യൂമിലൊക്കെ ശരിക്കും പഴയ ആ ഒരു, ഇപ്പൊ ഇത് പറയുന്നുണ്ട് കാലം ഇതൊന്നുമില്ല, അന്ന് അങ്ങനെയാണോ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ ഒരു ആ കാലം അന്ന് നമുക്ക് അറിയാം. അതെ, ഏത് കാലത്താന്ന് പറയാൻ പറ്റില്ല. ഏതോ കാലത്ത് നടക്കുന്ന ഏതോ ഒരു യൂണിവേഴ്സിലെ കഥ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അമർചിത്ര കഥയുടെ രീതിയിലാണ് ഇതിന്റെ അവതരണം എന്നുള്ളത്. ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. പലർക്കും ഈ പണ്ട് ബാലരമേലൊക്കെ അമർചിത്ര വരുമ്പോ അതിനകത്തൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ. അതിൽ ഈ അറബിക് കഥകൾ പറയുമ്പോ അതിലുണ്ട് ചില കഥാപാത്രം. അതെ, കിട്ടിയിട്ടുണ്ട്. അല്ലാതെ നാടൻ രീതിയിൽ വരുന്ന കഥാപാത്രങ്ങളുടെ ലുക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പലതും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്യൂഷൻ ടൈപ്പ് സാധനമാണെന്നാണ് ഫീൽ ചെയ്തത്. ചെറുതായിട്ടൊന്ന് ഓക്കെ. എന്താണെങ്കിലും എന്താ പറയാ, കോസ്റ്റ്യൂം ഒരു രക്ഷയില്ല കേട്ടോ. കോസ്റ്റ്യൂം, ആർട്ട്, പിന്നെ ലൊക്കേഷൻ ലെവലായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിന്റെയും പ്രത്യേകത അതൊക്കെ ഭയങ്കര. LJP എല്ലാത്തിലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ക്യാച്ച് ചെയ്യുന്ന ആളാണ്. അത് ശരിക്കും നമുക്ക് ഇതിനകത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതിനകത്ത് ഈ ഒരു ട്രെയിലറിൽ നമ്മൾ കൂടുതലും ലാലേട്ടൻ കുറെ ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ കാണിച്ചിട്ടില്ല. അത് ആ ഒരു എത്ര 1, 2, 3 സ്ഥലങ്ങളിൽ അല്ലേ, അത്രയേ ലാലേട്ടനെ കാണിക്കുന്നുള്ളൂ. ഒന്ന് അവിടെ ഇരിക്കുന്നത്, ഒന്ന് ഓടി വരുന്നത്, പിന്നെ 2 ചങ്ങല ഇട്ട് നിൽക്കുന്നത്, 4-5 പ്രാവശ്യം അത് ഇങ്ങനെ മിന്നി പോകുന്നുള്ളൂ. ലാസ്റ്റ് നമ്മുടെ ടീസറിലുള്ള ആ ഒരു തമ്പനയില്ലേ, ഷോൾ ഇങ്ങനെ എടുത്തെറിയുന്നല്ല, മുട്ടില് കൈ ഇങ്ങനെ ഉയർന്നു പോകുന്ന പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണുന്നുണ്ട്. ഉണ്ട്, പക്ഷെ കാണിക്കുന്നതൊക്കെ ഒരു മിന്നായം പോലെയാണെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ആ ഷോട്ടുകളിലാണെങ്കിലും ആളുടെ കോസ്റ്റ്യൂമിലാണെങ്കിലും ഭയങ്കര എന്താ പറയാ, ഒരു വെറൈറ്റി ലുക്ക് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇതിലെല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു യുണീക്നെസ് ഉണ്ട്. അതെ, ടോട്ടൽ എല്ലാം കൊണ്ടും. അതായത് ഈ യൂണിവേഴ്സ് തന്നെ ഒരു യുണീക്കായിട്ടുള്ളൊരു യൂണിവേഴ്സായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ക്യാരക്ടർ, അതായത് ലാലേട്ടൻ്റെ ക്യാരക്ടർ ഭയങ്കര ആപ്റ്റായിട്ടാണ് ഫീൽ ചെയ്തത്. ഒന്ന് ലുക്ക്, പിന്നെ ആളുടെ ക്യാരക്ടറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, അതായത് നമുക്ക് തന്നെ എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്, എന്നാൽ എന്താണെന്ന് വ്യക്തമല്ല. അതായത് എന്തൊക്കെയോ ചെയ്യാറുണ്ട്, ആൾക്ക് പ്രത്യേക കഴിവുകളുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ആള് ഇന്നതാണോ ഏതൊക്കെ രീതിയിലാണ് എവിടെയൊക്കെ ആളെ കാണിക്കുന്നത് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. ശരിക്കും ആ കാണിക്കുന്നതിനകത്തൊക്കെ നമുക്ക് തോന്നുന്നു ആള് ഇങ്ങനത്തെ ഒരാളാണ്. അതായത് ലേയേഴ്സ് വേണമെങ്കിൽ പറയാം, ഒരു പോരാളിയായിട്ട് ഫീൽ ചെയ്തു. അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മറ്റ് എന്താ താഴെ കിടക്കുന്ന സാധാരണ ജനങ്ങൾ, അതുപോലെ കോട്ട കാക്കുന്ന കോട്ടയിലുള്ള ബ്രിട്ടീഷുകാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളക്കാർ. അപ്പോൾ അവരോട് യുദ്ധം ചെയ്യാനായിട്ട് അവരുടെ കൂടെ ചെന്ന് യുദ്ധം ചെയ്യുന്ന ലാലേട്ടൻ്റെ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു യോദ്ധാവ്. പിന്നെ ഇവരുടെയൊക്കെ സ്പിരിച്വൽ രീതിയിൽ അതിൻ്റെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പുരോഹിതനായിട്ടുള്ള ഒരു വലിയൊരാളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ എവിടുന്നോ വന്ന
ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ഏഞ്ചലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതും അല്ലാതെ ഒരു ഗുസ്തിക്കാരനായിട്ടുള്ള രീതിയിലും ആ സാധനവും വരുന്നുണ്ട്. അപ്പൊ ഏതിലൊക്കെ ലാലേട്ടനെ കാണിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് അയാളെ ഇന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സംഭവം, ഇന്നതാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നതാണോ എന്ന് നമുക്ക് സംശയവും വരും, തീരുമാനിക്കാൻ പറ്റുന്നില്ല. അതാണ് കൺഫ്യൂഷൻ ആക്കും. എന്തായാലും ആളുടെ ക്യാരക്ടർ വളരെ യുണീക്കായിട്ടുള്ള ഒരു വ്യത്യസ്തമായ, ആൾ ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല മേക്ക് ഓവറും ഉണ്ട്. ഇതുപോലത്തെ ലുക്ക് നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. ഇല്ല ഇതിന്റെ മുന്നേ എങ്ങനത്തെ വന്നിട്ടില്ല. ഇപ്പൊ പലരും പറയുന്നുണ്ട് മരക്കാറ് അങ്ങനെയായിരുന്നു, ഇങ്ങനെ മരക്കാറിന്റെ ഒക്കെ ട്രെയിലറും ഈ ട്രെയിലറൊക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രയോ വ്യത്യാസമുണ്ട് മരക്കാറും ഇതും തമ്മിൽ എന്നുള്ളത്. അത് ആളുടെ ക്യാരക്ടർ ലുക്ക് വന്നപ്പോഴേ വിമർശനം വന്നതാണ്. പിന്നെ അതായത് മരക്കാർ എന്താണ്, അത് നടന്ന കാലഘട്ടം ഏതാണ് എന്നൊക്കെ അറിയാം. ഒരുപാട് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂമും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ അതിന് വിമർശനം ഏറ്റുവാങ്ങിയതാണ്. നമ്മൾ അന്ന് ആ കോസ്റ്റ്യൂമിന്റെ കാര്യമൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള, അതും ഇതും തമ്മിലൊന്ന് നോക്കിയാൽ മതി. അത്ര വർഷങ്ങൾക്ക് മുന്നേ ഉള്ളത് കാണിക്കുമ്പോൾ അവരിട്ടിരിക്കുന്ന കോസ്റ്റ്യൂം, കൂടെയുള്ള ആൾക്കാരുടെ കോസ്റ്റ്യൂം. ഇപ്പൊ ആട്ടിടേനെ കൊണ്ടുപോയിട്ട് രാജാവിന്റെ കുപ്പായ കിട്ടിട്ട് ആട്ടിടേനാന്ന് പറഞ്ഞിട്ട് എങ്ങനെയും നടക്കോ? മരക്കാരനെ വെച്ചിട്ടാണോ ഞാൻ കമ്പയർ ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഒന്നിലേക്കും പോരുത്. മരക്കാരിൽ കള്ളന്മാരെ കാണിക്കും, അവരൊക്കെ ഭയങ്കര സെറ്റ്, ഒരു രക്ഷയില്ല. അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. വിദേശ സിനിമകളെ ഒന്ന് കയ്യിലെടുത്ത് നോക്കി പിടിച്ചു നോക്കിയതാ, ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്, പാളിപ്പോയി. എവിടെ നടക്കുന്ന കഥ എന്നുള്ളത് നോക്കണ്ടേ. എന്തായാലും സംഭവം ലാലേട്ടൻ്റെ ക്യാരക്ടർ, അതുപോലെ ചുറ്റുമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഒക്കെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതുവരെ കണ്ടു പരിചിതമല്ലാത്ത ചില കഥാപാത്രങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് സിനിമ കാണാനുള്ള പ്രേരണ. തീർച്ചയായിട്ടും. യെസ്. പിന്നെ ഇതിലൊരു ഡയലോഗ് ഉണ്ട്, കരയണം ചോര വീഴണം. പിന്നെ കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാവുന്നത്. ആ കടലിൻ്റെ ആഴത്തിൽ നിന്ന് ഒരു സൂര്യൻ ഉദിച്ചുയരും. ആ സൂര്യൻ്റെ തീയിൽ ആ കോട്ട ചാമ്പലാവും എന്നുള്ളത്. അപ്പോൾ വ്യക്തമാണല്ലോ സംഭവം. തീർച്ചയായിട്ടും. അതായത് ഈ ഡയലോഗ് തന്നെ ഒരു വ്യത്യസ്തമായ ഡയലോഗാണ്. അതില് എന്തൊക്കെയുണ്ട്, ഇമോഷൻസ് ഉണ്ട്, മറ്റേ എന്താ പറയാ, റിവെഞ്ച് ഉണ്ട്, എല്ലാം വയലൻസ്, അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സാധനമാണ്, ഡയലോഗാണ് അത്. അതായത് ഇതിന് അവർ അനുഭവിച്ചതിന് പ്രതികാരം ചെയ്യാൻ ഒരാൾ വരും, അയാൾ വന്നിട്ട് ഈ കോട്ട തകർക്കും. അപ്പം അതിൽ തന്നെ ഉണ്ട് എന്തായിരിക്കും ഈ സിനിമ, ആ ക്യാരക്ടർ എന്താണെന്ന് നമുക്കറിയാം. വാലിബൻ ആളെന്തിനായിരിക്കും വരുന്നതെന്നും ആളെന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഈ പറയുന്ന ഡയലോഗുകൾ മാത്രമുണ്ട്. എന്താണെങ്കിലും 25-ാം തീയതി വീണ്ടും പറയാണ്, ഞെട്ടാൻ റെഡി ആയിക്കോ. ഞങ്ങൾ ഓൾറെഡി റെഡിയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.